ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷം സൗരയൂഥത്തിലെ ഏറ്റവും അതിശയകരവും അതേസമയം ഭീതിജനകവുമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയോട് വലുപ്പത്തിലും ഘടനയിലും സാമ്യമുള്ള ഒരു ഗ്രഹമാണെന്നതിനാൽ ഒരു കാലത്ത് ശുക്രൻ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായിരിക്കാമെന്ന ധാരണ ശാസ്ത്രലോകത്ത് നിലനിന്നിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അത്യന്തം കഠിനവും അപകടകരവുമായ ഒരു അന്തരീക്ഷമാണ് ശുക്രഗ്രഹത്തിൽ നിലനിൽക്കുന്നത്. ഈ അന്തരീക്ഷത്തിന്റെ പ്രധാന സവിശേഷത അതിന്റെ അത്യധികം സാന്ദ്രതയാണ്. ശുക്രന്റെ അന്തരീക്ഷം പ്രധാനമായും കാർബൺ ഡയോക്സൈഡിനാൽ നിറഞ്ഞതാണ്. ശുക്രന്റെ 90% കാർബൺ ഡയോക്സൈഡാണ് നിലനിൽക്കുന്നത്. ഇതിനു പുറമെ നൈട്രജൻ പോലെയുള്ള വാതകങ്ങളും വളരെ ചെറിയ അളവിൽ സൾഫർ ഡയോക്സൈഡും ജലവാഷ്പം, കാർബൺ മോണോക്സൈഡ് എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഈ വാതകങ്ങളുടെ കൂട്ടായ്മ ശുക്രഗ്രഹത്തെ അത്യന്തം ചൂടുള്ള ഒരു ലോകമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷ സമ്മർദ്ദം ഭൂമിയിലെ അന്തരീക്ഷ സമ്മർദ്ദത്തെക്കാൾ പലവട്ടം കൂടുതലാണ്. ശുക്രന്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് ഭൂമിയിൽ സമുദ്രത്തിന്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദത്തോട് സാമ്യമുള്ള ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഈ അമിത സമ്മർദ്ദം ശുക്രന്റെ അന്തരീക്ഷത്തെ വളരെ കനം കൂടിയതും ഭാരമുള്ളതുമാക്കുന്നു. ഇതുമൂലം പ്രകാശം പോലും വ്യത്യസ്തമായി ചിതറുകയും ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യൻ മങ്ങിയും മഞ്ഞ നിറത്തിലുമാണ് ദൃശ്യമാകുക. ശുക്രന്റെ അന്തരീക്ഷത്തിലെ ഈ കനം കൂടിയ സ്വഭാവം അവിടെ നടക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാക്കുന്നു. ശുക്രന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്ന് അതിന്റെ മേഘാവരണം തന്നെയാണ്. ശുക്രഗ്രഹം മുഴുവനായും മൂടിയിരിക്കുന്ന കട്ടിയുള്ള മേഘങ്ങൾ പ്രധാനമായും സൾഫ്യൂരിക് ആസിഡ് തുള്ളികളാൽ നിർമ്മിതമാണ്. ഈ മേഘങ്ങൾ സൂര്യപ്രകാശത്തിന്റെ വലിയൊരു ഭാഗം ബഹിരാകാശത്തിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. എന്നിരുന്നാലും അതിൽ നിന്ന് കടന്നുവരുന്ന ചൂട് കാർബൺ ഡയോക്സൈഡ് സമൃദ്ധമായ അന്തരീക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുകയും അത്യന്തം ശക്തമായ ഹരിതഗൃഹ പ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ശുക്രന്റെ ഉപരിതല താപനില ഏകദേശം 460 ഡിഗ്രി സെൽഷ്യസിനോളം ഉയർന്നു. ഈ ലഡു പോലെയുള്ള ലോഹങ്ങൾ പോലും ഉരുകാൻ കഴിയുന്ന ചൂടാണ്. രാത്രിയും പകലും തമ്മിൽ വലിയ താപനില വ്യത്യാസമില്ല എന്നതും ഈ ശക്തമായ അന്തരീക്ഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശുക്രന്റെ അന്തരീക്ഷത്തിലെ രാസപ്രവർത്തനങ്ങളും ശാസ്ത്രജ്ഞരെ ഏറെ ആകർഷിക്കുന്ന വിഷയമാണ്. സൾഫർ ഡയോക്സൈഡും ജലവാഷ്പവും സൂര്യപ്രകാശത്തിന്റെ സ്വാധീനത്തിൽ പ്രതികരിച്ച് സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങൾ രൂപപ്പെടുന്നു. ഈ ആസിഡ് മേഘങ്ങളിൽ നിന്ന് ആസിഡ് മഴ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും അവ ഉപരിതലത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ബാഷ്പമായി മാറുന്നു. കാരണം താഴേക്ക് പോകുമ്പോൾ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിനാൽ ഭൂമിയിലെ പോലെ ഉപരിതലത്തിൽ മഴ വീഴുന്നില്ല. എന്നിരുന്നാലും ഈ ആസിഡ് സമൃദ്ധമായ അന്തരീക്ഷം ഏതൊരു മനുഷ്യനിർമ്മിത ഉപകരണത്തിനും അത്യന്തം അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ശുക്ര നിലക്കയച്ച പല ബഹിരാകാശ പേടകങ്ങൾക്കും വളരെ കുറച്ചു സമയം മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷം ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി പല ശാസ്ത്രജ്ഞരും കാണുന്നു. ഒരു കാലത്ത് ശുക്രനിൽ കൂടുതൽ ജലവാഷ്പം ഇരിക്കാമെന്നും അതുവഴി സമുദ്രങ്ങൾ പോലെയുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കാമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ശക്തമായ ഹരിതഗൃഹ പ്രഭാവം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ജലം മുഴുവൻ ബാഷ്പമായി. പിന്നീട് സൂര്യന്റെ വികിരണവും മൂലം ജലമോളിക്യൂളുകൾ തകർന്നു. ഹൈഡ്രജൻ ബഹിരാകാശത്തിലേക്ക് നഷ്ടപ്പെട്ടു. ഇതിന്റെ ഫലമായി ഇന്ന് ശുക്രൻ പൂർണ്ണമായും വരണ്ടതും അത്യന്തം ചൂടുള്ളതുമായ ഒരു ലോകമായി മാറി. ഈ പ്രക്രിയ ഭൂമിയിൽ അനിയന്ത്രിതമായി ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കാമെന്നതിൻ്റെ ഒരു ശക്തമായ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ശുക്രഗ്രഹത്തിൽ മനുഷ്യർ ജീവിക്കുന്നതെന്ന ആശയം ശാസ്ത്രീയമായും തത്വചിന്താപരമായും അതീവ സങ്കീർണവും ആകർഷകവുമായ ഒരു ചിന്തയാണ്. ഭൂമിയോട് വലുപ്പത്തിലും ഘടനയിലും സാമ്യമുള്ള ഒരു ഗ്രഹമായതിനാൽ ശുക്രൻ ഒരു കാലത്ത് മനുഷ്യവാസത്തിന് അനുയോജ്യമായിരിക്കാമെന്ന സാധ്യതയെക്കുറിച്ച് ശാസ്ത്രലോകം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ശുക്രഗ്രഹത്തിൻ്റെ അവസ്ഥയെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അവിടെ മനുഷ്യർ സ്വാഭാവികമായി ജീവിക്കുന്നത് ഏകദേശം അസാധ്യമായ ഒരു കാര്യമായി തോന്നുന്നു. എന്നിരുന്നാലും ഭാവിയിലെ ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ മനുഷ്യരെ ശുക്രനിൽ താമസിക്കാൻ പ്രാപ്തരാക്കുമോ എന്ന ചോദ്യമാണ് ഈ ആശയത്തിൻ്റെ ഹൃദയം. ശുക്രഗ്രഹത്തിന്റെ ഉപരിതലം അത്യന്തം ചൂടും അമിത സമ്മർദ്ദവും നിറഞ്ഞ ഒരു നരക സദൃശമായ ലോകമാണ്.
അവിടെ മനുഷ്യർ നേരിട്ട് കാൽവച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശരീരം തകരുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ മനുഷ്യജീവിതം നിലനിൽക്കണമെങ്കിൽ സ്വാഭാവിക പരിസ്ഥിതിയിൽ അല്ല, മറിച്ച് പൂർണ്ണമായും കൃത്യമായി സൃഷ്ടിച്ച അന്തരീക്ഷത്തിനുള്ളിലാണ് ജീവിക്കേണ്ടി വരിക. ശുക്രന്റെ ഉപരിതലത്തിൽ മനുഷ്യവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ന് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതിനാൽ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് ശുക്രന്റെ ഉപരിതലത്തിലല്ല, മറിച്ച് അതിൻ്റെ മുകളിലുള്ള അന്തരീക്ഷ പാളികളിൽ മനുഷ്യർ താമസിക്കുന്നതിനെ കുറിച്ചാണ്. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ താപനിലയും സമ്മർദ്ദവും ഭൂമിയിലുള്ള സാഹചര്യങ്ങളോട് സാമ്യമുള്ളതാണ് എന്നതാണ് ഈ ആശയത്തെ സാധ്യമാക്കുന്നത്. ഈ ഉയരത്തിൽ മനുഷ്യർ താമസിക്കാവുന്ന ഭീമമായ ഫ്ലോട്ടിംഗ് നഗരങ്ങൾ അഥവാ വായുവിൽ തൂങ്ങി നിൽക്കുന്ന ആവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാമെന്നതാണ് ശാസ്ത്രജ്ഞരുടെ കാഴ്ചപ്പാട്. ഇത്തരം ആവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യരുടെ ദൈനംദിന ജീവിതം ഭൂമിയിലെ ജീവിതത്തോട് ഭാഗികമായി സാമ്യമുള്ളതും ഭാഗികമായി വ്യത്യസ്തവുമായിരിക്കും. ഭക്ഷണം, വെള്ളം, വായു എന്നിവ പൂർണ്ണമായും നിയന്ത്രിത സംവിധാനങ്ങളിലൂടെ ലഭ്യമാക്കേണ്ടി വരും. ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സസ്യങ്ങൾ ഹൈഡ്രോപോണിക് രീതിയിൽ വളർത്തി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാം. ശുക്രനിലെ സൂര്യപ്രകാശം ശക്തമായതിനാൽ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. എന്നാൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങൾ കാരണം പ്രതിഭാസങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേക സംരക്ഷണ കവചങ്ങൾ ആവശ്യമായി വരികയും ചെയ്യും. ശുക്രഗ്രഹത്തിൽ മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ മാനസികവും സാമൂഹികവുമായ വശങ്ങളും അത്ര തന്നെ പ്രധാനമാണ്. ഭൂമിയിൽ നിന്ന് ദൂരെയുള്ള ഒരു ഗ്രഹത്തിൽ അച്ചടിച്ച അന്തരീക്ഷത്തിനുള്ളിൽ പരിമിതമായ ആളുകളോടൊപ്പം ജീവിക്കുന്നത് മനുഷ്യരുടെ മനസ്സിൽ വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രകൃതി ദൃശ്യങ്ങളുടെ അഭാവം, തുറന്ന ആകാശം കാണാതാവാത്ത അവസ്ഥ, സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ കഴിയാത്ത പരിമിതികൾ എന്നിവ മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചേക്കാം. ശുക്രനിൽ മനുഷ്യർ ജീവിക്കുന്നതിലൂടെ ലഭിക്കാവുന്ന ശാസ്ത്രീയ നേട്ടങ്ങളും വലുതായിരിക്കും. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷം നേരിട്ട് പഠിക്കാൻ കഴിയുക, അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക, ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ അതിരൂക്ഷമായ ഉദാഹരണം നേരിൽ കാണുക എന്നിവ ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ നൽകും. ശുക്രൻ ഒരു കാലത്ത് ഭൂമിയെപ്പോലെ ആയിരുന്നിക്കാമെന്ന സാധ്യതയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഗ്രഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് വിപുലമാക്കും. ഇതിലൂടെ ഭൂമിയിൽ സംഭവിച്ചേക്കാവുന്ന കാലാവസ്ഥാ ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ലഭിക്കാനും സാധ്യത കൂടുതലാണ്. അതേസമയം ശുക്രനിൽ മനുഷ്യാവാസം ആരംഭിക്കുന്നത് വലിയ നൈതികവും സാമ്പത്തികവുമായ ചോദ്യങ്ങളും ഉയർത്തുന്നു. ഇത്രയും വലിയ ചിലവും അപകട സാധ്യതയുമുള്ള ഒരു ദൗത്യത്തിൽ മനുഷ്യൻ ഏർപ്പെടേണ്ടതുണ്ടോ എന്നത് ചർച്ചാ വിഷയമാണ്. ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നു. എന്നിരുന്നാലും മനുഷ്യന്റെ സ്വഭാവം തന്നെ അതിരുകൾ തേടുകയും അറിയാത്തതിനെ അന്വേഷിക്കുകയും ചെയ്യുന്നതിനാൽ ശുക്രനിൽ ജീവിക്കാനുള്ള ആശയം പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ശുക്രഗ്രഹത്തിലെ മഴക്കാലം എന്ന ആശയം കേൾക്കുമ്പോൾ ഭൂമിയിലെ മഴക്കാലത്തെ പോലെ മേഘങ്ങൾ കട്ടിയാകുകയും ആകാശം ഇരുണ്ടു നിൽക്കുകയും തുള്ളികളായി മഴ നിലത്തേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യം പലർക്കും മനസ്സിൽ വരാം. എന്നാൽ ശുക്രഗ്രഹത്തിലെ മഴ എന്നത് ഭൂമിയിലെ മഴക്കാലത്തോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്ര വ്യത്യസ്തവും വിചിത്രവുമായ ഒരു പ്രതിഭാസമാണ്. ശുക്രനിൽ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ ജലമയ ഒരിക്കലും ഉണ്ടായിരിക്കുന്നില്ല എന്നും ഇന്നും അവിടെ ഇത്തരമൊരു മഴയില്ലെന്നും ശാസ്ത്രലോകം വ്യക്തമായി പറയുന്നു. എന്നിരുന്നാലും ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേകതരം മഴ തുടർച്ചയായി രൂപപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സൾഫ്യൂരിക് ആസിഡ് മഴ. ഈ മഴക്കാലം ഭൂമിയിലെ കാലാവസ്ഥാ ചക്രങ്ങളെക്കാൾ വ്യത്യസ്തമായി ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ രാസഘടനയുടെയും അത്യന്തം ശക്തമായ ചൂടിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്.